ഇന്ന് പറയാൻ പോകുന്നത് ടാലിയിലെ F11 ഫീച്ചേഴ്സിനെ കുറിച്ചും അതേപോലെ തന്നെ F12 കോൺഫിഗറേഷനെ കുറിച്ചിട്ടുമാണ്. അപ്പോൾ ഇതൊരു റിക്വസ്റ്റഡ് വീഡിയോയും കൂടിയാണ് കേട്ടോ. എനിക്കൊരാൾ റിക്വസ്റ്റ് ചെയ്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇതിനെ കുറിച്ചിട്ട് ഒരു വീഡിയോ ചെയ്യുമെന്നുള്ളത്. അപ്പോൾ അതാണ് ഇന്ന് പറയാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് അത് പറഞ്ഞു തുടങ്ങുന്നതിന് മുമ്പ് എന്താണ് F11 ഫീച്ചേഴ്സ്, അതേപോലെ തന്നെ എന്താണ് F12 കോൺഫിഗറേഷൻ എന്നുള്ളത് നോക്കാം. ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്നുള്ളത് നോക്കാം. അപ്പോൾ നമ്മുടെ F11 ഫീച്ചേഴ്സ് എവിടെയാണ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് മുകളിൽ കമ്പനിക്ക് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിവിടെ F11 ഫീച്ചേഴ്സ് പറഞ്ഞിട്ട് ഇവിടെ കിട്ടും. അപ്പം നമ്മൾ ഇതിനെ കുറിച്ചിട്ട് ഒരുപാട് വീഡിയോകളിൽ പറഞ്ഞിട്ടുണ്ട്. ഇതിലെ എല്ലാ ഓപ്ഷൻസും നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. അതിൻ്റെയൊക്കെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ആ വീഡിയോകളൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും. എന്താണ് F11 ഫീച്ചേഴ്സ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ F11 ഫീച്ചേഴ്സ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പം നമ്മൾ ഒരു കമ്പനിയിൽ നമ്മൾ ഈ ഫീച്ചർ എന്തെങ്കിലും എഫ് ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ആ ഒരു പർട്ടിക്കുലർ കമ്പനിയെ മാത്രമാണ് അഫക്റ്റ് ചെയ്യുള്ളൂ. എന്നാൽ F12 എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല. F12 എന്ന് പറഞ്ഞാൽ ടാലിയുടെ കോൺഫിഗറേഷൻ ആണ്. ടാലിയുടെ പ്രോഗ്രാം എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളതാണ്. അപ്പോൾ നമ്മൾ ഒരു കമ്പനിയിൽ F12 പോയിട്ട് ഒരു ഓപ്ഷൻ ആക്റ്റീവ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അത് പിന്നീടുള്ള എല്ലാ കമ്പനികളിലും അത് ആക്റ്റീവ് ചെയ്തിട്ട് വരും. അപ്പോൾ ഇതാണ് രണ്ടും തമ്മിലുള്ള വ്യത്യാസം. അപ്പോൾ F11 ഫീച്ചർ എന്ന് പറഞ്ഞാൽ നമുക്ക് ആവശ്യമുള്ള നമ്മുടെ ഫേമിൽ കുറച്ച് ഓപ്ഷൻസ് ആയിരിക്കും ആവശ്യമുണ്ടായിരിക്കുക. അപ്പോൾ ആ ആവശ്യമുള്ള ഓപ്ഷൻസ് നമുക്ക് ഇവിടെ വെച്ചിട്ട് നമുക്ക് ആക്ടിവേറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇല്ലാത്തതാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആക്ടിവേറ്റ് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. F12 പറഞ്ഞാൽ അങ്ങനെയല്ല, നമുക്ക് ഒരു പ്രാവശ്യം എസ് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ എല്ലാറ്റിലും അത് ആക്റ്റീവായിട്ട് ഉണ്ടായിരിക്കും. അപ്പോൾ നമുക്കിപ്പോൾ F11 ഫീച്ചർ ആണെന്നുണ്ടെങ്കിൽ ഇതിനെക്കുറിച്ച് എല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ളതാണ് ഈ ഓപ്ഷൻസ്. എന്നാലും ഞാൻ ജസ്റ്റ് ഒന്നങ്ങോട്ട് പറഞ്ഞിട്ട് പോകാം. നമുക്ക് ഇവിടെ ഷോ മോർ ഫീച്ചേഴ്സ് ഇവിടെ എസ് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് 3 സെക്ഷനായിട്ട് ഇവിടെ കിട്ടും. അക്കൗണ്ടിംഗ് ഉണ്ട്, ഇൻവെന്ററി ഉണ്ട്, അതേപോലെ തന്നെ ടാക്സേഷൻ ഉണ്ട്. അപ്പം നമുക്ക് അക്കൗണ്ടിങ്ങിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ മെയിൻറ്റെയിൻ അക്കൗണ്ട്സ്, നമുക്ക് അക്കൗണ്ട്സ് എസ് കൊടുക്കണം. കാരണം അപ്പോൾ മാത്രമല്ലേ നമുക്ക് അക്കൗണ്ട്സ് ചെയ്യാൻ പറ്റുള്ളൂ. അതേപോലെ തന്നെ അടുത്ത ഓപ്ഷൻ പറയുന്നത് എനേബിൾ ബിൽ വൈസ് എൻട്രി. നമ്മൾ പർച്ചേസ് ഒക്കെ ചെയ്യുന്ന സമയത്ത് അവിടെ നമുക്ക് ബിൽ വൈസിൻ്റെ ഓപ്ഷൻ വരും. ന്യൂ റെഫറൻസ്, എഗെയിൻസ്റ്റ് റെഫറൻസ്. കാരണം എന്താ വെച്ചാൽ ഇതുണ്ടെങ്കിലാണ് നമുക്ക് പേയ്മെൻ്റ് ഒക്കെ കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ആ ഓപ്ഷൻ ആക്ടിവേറ്റ് ചെയ്ത് കൊടുക്കുന്നത്. അത് പറഞ്ഞാൽ എനേബിൾ കോസ്റ്റ് സെൻറ്റർ ആണ്. കോസ്റ്റ് സെൻറ്റർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ലെഡ്ജർ ക്രിയേറ്റ് ചെയ്യാതെ നമുക്ക് എക്സ്പെൻസോ ഇൻകോ ഒക്കെ അലോക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കോസ്റ്റ് സെൻറ്റർ യൂസ് ചെയ്യണത്. അപ്പോൾ ഇതിനെക്കുറിച്ചൊക്കെ ഞാൻ ഒരുപാട് വീഡിയോകളിൽ പറഞ്ഞിട്ടുണ്ട്. സാലറി എങ്ങനെയാണ് കോസ്റ്റ് സെൻറ്റർ വെച്ചിട്ട് കൊടുക്കുക എന്നുള്ളതിനെ കുറിച്ചിട്ടൊക്കെ എൻ്റെ സാലറി എന്നുള്ള പ്ലേലിസ്റ്റ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിനെക്കുറിച്ചിട്ട് കാണാൻ പറ്റും. അതേപോലെ തന്നെ എനേബിൾ ഇൻട്രസ്റ്റ് കാൽക്കുലേഷൻ, ഇതിനെക്കുറിച്ചിട്ട് ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട്. ഇൻട്രസ്റ്റ് എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ ലോൺ എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഇൻട്രസ്റ്റ് എങ്ങനെയാണ് റീപേ ചെയ്യുക എന്നുള്ളതിനെ കുറിച്ചിട്ടൊക്കെ. അതേപോലെ തന്നെ ഇൻവെൻട്രിയിൽ വരുന്നതാണ് മെയിൻറ്റെയിൻ ഇൻവെൻട്രി. നമുക്ക് സ്റ്റോക്ക് ആക്ടിവേറ്റ് ചെയ്ത് കൊടുക്കണമെങ്കിൽ. അതേപോലെ തന്നെ ഇൻറ്റിഗ്രേറ്റ് അക്കൗണ്ട്സ് വിത്ത് ഇൻവെൻട്രി. നമുക്ക് അക്കൗണ്ട്സും ഇൻവെൻട്രി വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഓപ്ഷൻ എസ് കൊടുക്കാം. അതേപോലെ തന്നെ മൾട്ടിപ്പിൾ പ്രൈസ് ലെവൽ, ഒന്നിൽ കൂടുതൽ പ്രൈസ് ലെവലുകൾ യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഓപ്ഷൻ എസ് കൊടുക്കാം. ഇതിനെക്കുറിച്ചൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ചെയ്തിട്ടുണ്ട്. എനേബിൾ ബാച്ചസ്, മെഡിക്കൽ ഷോപ്പുകളിലൊക്കെ ഉപയോഗിക്കുന്നതാണ്. കാരണം മെഡിസിൻ ഐറ്റംസിനൊക്കെ നമ്മൾ ബാച്ച് നമ്പർ, മാനുഫാക്ചറിങ് ഡേറ്റ്, എക്സ്പയറി ഡേറ്റ ഒക്കെ കൊടുത്തിട്ടാണ് നമ്മൾ സെറ്റ് ചെയ്തിട്ട് വെക്കുക. അടുത്തത് പറഞ്ഞാൽ ജനേബിൾ ജോബ് ഓർഡർ പ്രോസസ്സിങ്, നമുക്ക് കൺസ്ട്രക്ഷനിൽ വേണ്ടിയിട്ട് യൂസ് ചെയ്യേണ്ടതാണ്. അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. എനേബിൾ കോസ്റ്റ് ട്രാക്കിംഗ്, നമുക്ക് ഒരു ഐറ്റത്തിൻ്റെ നമുക്ക് കോസ്റ്റ് ട്രാക്കിംഗ് കാണണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഓപ്ഷൻ യൂസ് ചെയ്യാം. അതേപോലെ തന്നെ എനേബിൾ ജോബ് കോസ്റ്റിംഗ്, നമുക്കിപ്പോൾ 2 പ്രൊജക്റ്റുകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് കോസ്റ്റ് സെൻറ്ററുമായി ബന്ധപ്പെട്ടുള്ള ഓപ്ഷനാണ് ഇത്. നെക്സ്റ്റ് പറഞ്ഞാൽ യൂസ് ഡിസ്കൗണ്ട് കോളം ഓൺ ഇൻവോയ്സ്, നമുക്ക് എൻട്രി ചെയ്യുന്ന സമയത്ത് നമുക്ക് അവിടെ ഡിസ്കൗണ്ട് കാണിക്കണമെങ്കിൽ വൗച്ചർ എൻട്രിയിൽ വെച്ചിട്ട് ഡിസ്കൗണ്ട് കാണിക്കണമെങ്കിൽ നമുക്ക് ഈ ഓപ്ഷൻ ആക്ടിവേറ്റ് ചെയ്തിട്ട് കൊടുക്കാം. അതേപോലെ തന്നെ യൂസ് സെപ്പറേറ്റ് ആക്ച്വൽ ആൻഡ് ബിൽഡ് ക്വാണ്ടിറ്റി കോളംസ് ഇൻ ഇൻവോയ്സ്, അതായത് നമ്മൾക്കിപ്പോൾ 2 ക്വാണ്ടിറ്റികൾ കൊടുക്കണം. ഇപ്പോൾ നമുക്ക് ചിലപ്പോൾ ഫ്രീ ആയിട്ടൊക്കെ നമ്മൾ ചിലപ്പോൾ ഐറ്റം കൊടുക്കും. ഇപ്പോൾ 10 പെന്ന് വാങ്ങിച്ചു, അപ്പോൾ നമുക്ക് 2 പെന്ന് ഫ്രീ കിട്ടി, അല്ലെങ്കിൽ 2 പെന്ന് നമ്മൾ ഫ്രീ കൊടുക്കണം. അപ്പം നമുക്ക് അവിടെ 2 ക്വാണ്ടിറ്റി കാണിക്കണം. ആക്ച്വൽ ക്വാണ്ടിറ്റി കാണിക്കണം, ബിൽഡ് ക്വാണ്ടിറ്റി കാണിക്കണം. അപ്പോൾ ഈ ഓപ്ഷൻ എസ് കൊടുത്തു കഴിഞ്ഞാൽ ക്വാണ്ടിറ്റി കോളത്തിനെ 2ആയിട്ട് ഡിവൈഡ് ചെയ്യും. അടുത്തത് കണ്ടിട്ടുണ്ടെങ്കിൽ പിന്നെ ടാക്സേഷൻ്റെ ഭാഗമാണ്. ഇപ്പോൾ GST, നമുക്ക് ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് ആക്ടിവേറ്റ് ചെയ്ത് കൊടുക്കണം. അതേപോലെ തന്നെ TDS, നമുക്ക് ടാക്സ് ഡിഡക്റ്റഡ് അറ്റ് സോഴ്സ്. അപ്പോൾ നമ്മൾക്ക് ഓരോ ഹെഡിൻ്റെ മുകളിലും നമുക്ക് ടാക്സ് പിടിക്കണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ കമ്മീഷൻ, സാലറി, റെൻറ്റ്, ഇതിൻ്റെ മുകളിലൊക്കെ നമ്മൾക്ക് ടാക്സ് പിടിക്കും. അപ്പോൾ ഇതിനെക്കുറിച്ചിട്ട് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ ടാക്സ് കളക്റ്റഡ് അറ്റ് സോഴ്സ്, TCS, അത് നമുക്കിപ്പോൾ ടിമ്പർ, ലിക്കർ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെയാണ് TCS ആക്ടിവേറ്റ് ചെയ്തിട്ട് വരിക. പിന്നെ അടുത്ത പറഞ്ഞാൽ വാല്യൂ ആഡഡ് ടാക്സ്. അപ്പോൾ ഇപ്പോൾ വാല്യൂ ആഡഡ് ടാക്സ് ഇല്ല ഇവിടെ, ഇപ്പോൾ ഇന്ത്യയിൽ ഇല്ല, ഇപ്പോൾ ഫോറിനിലാണ് ഉള്ളത്. ഇപ്പോൾ UAE-ലൊക്കെയാണ് ഇപ്പോൾ വാറ്റ് ഉള്ളത്. മുമ്പ് ഇവിടെ വാറ്റ് ആയിരുന്നു, ഇപ്പോൾ ഇവിടെ വാറ്റ് ഇല്ല. അതേപോലെ തന്നെ എക്സൈസ് ഡ്യൂട്ടി, പിന്നെ സർവീസ് ടാക്സ്. നമുക്കിപ്പോൾ സർവീസ് ടാക്സ് ആണെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു സർവീസാണ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവിടെ സർവീസ് ടാക്സ് ആയിരിക്കും ഉണ്ടായിരിക്കുക.
നെക്സ്റ്റ് പറഞ്ഞാൽ ഓൺലൈൻ ആക്സസ്. നമുക്കിപ്പോൾ ടാലി ഓൺലൈൻ ആക്സസ് ആയി കിട്ടണമെന്നുണ്ടെങ്കിൽ എനേബിൾ ബ്രൗസർ ആക്സസ് ഫോർ റിപ്പോർട്ട്സ് ഒക്കെ നമുക്ക് യെസ് കൊടുത്തു കഴിഞ്ഞാൽ മതി. നെക്സ്റ്റ് പറഞ്ഞാൽ പേറോൾ ആണ്. പേറോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് സ്റ്റാഫുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അവരുടെ സാലറി ഒക്കെ നമുക്ക് ഒറ്റ ക്ലിക്ക് തന്നെ നമുക്ക് കൊടുക്കാൻ പറ്റും. അപ്പോൾ പേറോൾ എന്ന് പറഞ്ഞെങ്കിൽ ഒരു നീണ്ട ഒരു പ്രോസസ്സാണ്. ഒരുപാട് കാര്യങ്ങൾ അതിൽ ചെയ്യാനുണ്ട്. അപ്പോൾ ഈ ഓപ്ഷൻ യെസ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ അവിടെ ചെയ്യാൻ പറ്റും. അതിൻ്റെയും ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് പറഞ്ഞാൽ അതേഴ്സ് ആണ്. അതായത് എനേബിൾ മൾട്ടിപ്പിൾ അഡ്രസ്സ്, അതേപോലെ തന്നെ മാർക്ക് മോഡിഫൈഡ് വൗച്ചേഴ്സ്, ഇതെല്ലാം നമുക്ക് കമ്പനിയിൽ സെറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഓപ്ഷൻ നമുക്ക് യൂസ് ചെയ്തിട്ട് വെക്കാം. അപ്പോൾ ഇതാണ് F11 ഫീച്ചേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ നമുക്ക് ഏതൊക്കെയാണോ ഓപ്ഷൻ ആവശ്യമുള്ളത് അതാണ് നമ്മൾ ഒരു കമ്പനിയിൽ നമ്മൾ സെലക്ട് ചെയ്തിട്ട് കൊടുക്കുക. ഇത് F11 ഫീച്ചേഴ്സ് ആണ്. ഇനി F12 ഫീച്ചേഴ്സ് പറഞ്ഞാൽ എന്താണ്? ടാലിയുടെ കോൺഫിഗറേഷൻ ആണ്, ടാലിയുടെ പ്രോഗ്രാം ആണ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഈ F12 പ്രത്യേകത പറഞ്ഞാൽ ഓരോ സ്ഥലത്തും F12 പറഞ്ഞത് ഡിഫറൻ്റ് ആയിരിക്കും. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിപ്പോൾ പേയ്മെന്റിൽ F12 ആയിരിക്കില്ല നമ്മൾ പർച്ചേസിൽ എടുത്തു കഴിഞ്ഞാൽ F12 ആയിട്ട് വരിക. കാരണം ഒന്ന് വൗച്ചറാണ്, മറ്റേത് എന്താണ്? ഇൻവോയ്സ് ആണ്. അപ്പോൾ നമുക്കിപ്പോൾ F12 കിട്ടണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മളിവിടെ വെച്ചിട്ട് നമുക്ക് ഇപ്പോൾ ക്രിയേറ്റ് എടുത്തു, അതിൽ നമ്മൾ ലെഡ്ജർ വെച്ചിട്ട് എടുത്തു, നമുക്ക് ഇവിടെ വെച്ചിട്ട് F12 അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ ഓപ്ഷൻസ് ഒക്കെയാണ് നമുക്ക് F12 ആയിട്ട് നമുക്ക് കിട്ടുക. ഇനി നമ്മൾ വേറെ സ്ഥലത്ത് വെച്ചിട്ട് F12 അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് വേറെ ഓപ്ഷനാണ് കിട്ടുക. ഇപ്പോൾ ഞാൻ വെച്ചെങ്കിൽ ഇപ്പോൾ വൗച്ചർ സെലക്ട് ചെയ്തിട്ട് എടുത്തു, ഇവിടെ ഞാനിപ്പോൾ ആണെങ്കിൽ കോൺട്രാണ് എടുക്കുന്നത്, ഇവിടെ വെച്ചിട്ട് ഞാൻ F12 അടിച്ചു. അപ്പോൾ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ വേറെ ഓപ്ഷൻസ് ആണ് ഇവിടെ കിട്ടുക. അപ്പോൾ ഓരോ സ്ഥലത്താണെന്നുണ്ടെങ്കിലും എന്താണ് F12 പറയുന്നത് എന്താണ്? ഡിഫറൻറ്റ് കോൺഫിഗറേഷൻ ആയിട്ടാണ് കിട്ടുക. അപ്പോൾ നമ്മളിപ്പോൾ ഇന്ന് പറയാൻ പോകുന്നത് വൗച്ചർ എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ നമ്മൾ കോൺട്രാ വൗച്ചറിൽ വെച്ചിട്ടുള്ള F12 കുറിച്ചിട്ടാണ് ഇന്ന് പറയാൻ പോകുന്നത്. അപ്പം നമുക്ക് എല്ലാറ്റിനെ കുറിച്ചിട്ട് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പറയാം. അപ്പം എല്ലാം കൂടി ഒരുമിച്ച് പറയാൻ തുടങ്ങി കഴിഞ്ഞാൽ വീഡിയോ ഒരുപാട് ലെങ്തി ആയിട്ട് മാറും. അപ്പോൾ ഇന്നിപ്പോൾ നമ്മൾ പറയാൻ പോകുന്നത് കോൺട്രയിൽ വെച്ചിട്ട് F12 അടിച്ചു കഴിഞ്ഞാൽ കിട്ടുന്ന കാര്യങ്ങളെ കുറിച്ചിട്ടാണ് ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഹലോ ഫ്രണ്ട്സ്, ഞാൻ ശ്യാമള നാരായണൻ. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ടാലി അക്കൗണ്ടിങ് മലയാളം. എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ എൻ്റെ ടീച്ചിങ് സ്റ്റൈൽ നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതിനോടൊപ്പം തന്നെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യണേ. പിന്നെ നിങ്ങൾക്ക് ഇഷ്ടമായി കഴിഞ്ഞാൽ നിങ്ങളുടെ ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനോ ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് വരാം. അപ്പം നമുക്ക് കോൺട്രാക്ട് അവിടെ വെച്ചിട്ട് F12 അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ബോക്സ് ആണ് നമുക്ക് കിട്ടുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾക്ക് ഉള്ളത്. അപ്പോൾ ഞാൻ നേരത്തെ തന്നെ പറഞ്ഞു, ഒരു കമ്പനിയിൽ നമ്മൾ F12 എന്തെങ്കിലും ഒരു ഓപ്ഷൻ എസ് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അത് എല്ലാ കമ്പനികളിലും വരും. കാരണം F12 പറഞ്ഞാൽ എന്താണ്? ടാലിയുടെ പ്രോഗ്രാം ആണ് അവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇതിൽ ഒന്നാമത്തെ ഓപ്ഷൻ നമുക്ക് നോക്കാം. യൂസ് ക്രെഡിറ്റ് ഡെബിറ്റ് ഇൻസ്റ്റെഡ് ഓഫ് ടു ബൈ ഡ്യൂറിങ് വൗച്ചർ എൻട്രി. അത് നമുക്ക് സാധാരണ നമ്മൾ രണ്ട് ഓപ്ഷൻ യൂസ് ചെയ്യും, ഒന്നുകിൽ ക്രെഡിറ്റ് ഡെബിറ്റ് അല്ലെങ്കിൽ ടു ബൈ. അപ്പോൾ നമുക്ക് ക്രെഡിറ്റ് ഡെബിറ്റ് ആണ് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഓപ്ഷൻ നമുക്ക് ഇവിടെ യെസ് കൊടുത്താൽ മതി. അപ്പോൾ നമുക്ക് ഇപ്പോൾ എങ്ങനെയാണ് കിടക്കണമെന്ന് നോക്കാം. ഇപ്പോൾ എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഇവിടെ ടു ബൈ ആയിട്ടാണ് കിടക്കുന്നത്. ഇനി നമുക്ക് ക്രെഡിറ്റ് ഡെബിറ്റ് വേണമെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? F12 അടിക്കുക, ഈ ഓപ്ഷൻ യെസ് കൊടുക്കുക. അപ്പോൾ ഈ ഓപ്ഷൻ യെസ് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ ഇപ്പോൾ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും ഇവിടെ ക്രെഡിറ്റ് ഡെബിറ്റ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. അതേപോലെ തന്നെ അടുത്ത ഓപ്ഷൻ എന്ന് പറയുന്നുണ്ടെങ്കിൽ വാൺ ഓൺ നെഗറ്റീവ് ക്യാഷ് ബാലൻസ്. നെഗറ്റീവ് ക്യാഷ് ബാലൻസിനൊക്കെ വാണിംഗ് വരണമെന്നുണ്ടെങ്കിൽ നമുക്ക് യെസ് കൊടുക്കാം. കാരണം വെച്ചാൽ അതെപ്പോഴും നമ്മൾ യെസ് കൊടുക്കണം. എല്ലാ വാണിങ്ങുകളും നമ്മൾ യെസ് കൊടുക്കണം. കാരണം വെച്ചാൽ നമുക്ക് എന്തെങ്കിലും കാരണവശാൽ നമുക്ക് നെഗറ്റീവ് ക്യാഷ് ആയി കഴിഞ്ഞാൽ നമുക്കത് കാണിക്കണം. അപ്പോൾ നമുക്ക് അവിടെ റെഡ് ആയിട്ട് കാണിക്കും. ഇവിടെ നോ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ഫേമിലെ നെഗറ്റീവ് ക്യാഷ് ബാലൻസ് ആയാലും കാണിക്കില്ല, നമുക്ക് അറിയാൻ പറ്റില്ല. അപ്പോൾ നമ്മുടെ ഇങ്ങനത്തെ വാണിങ്ങുകളൊക്കെ നമ്മൾ എപ്പോഴും യെസ് കൊടുത്തിട്ട് സെറ്റ് ചെയ്ത് വെക്കണം. അടുത്തതാണെന്നുണ്ടെങ്കിൽ സ്കിപ്പ് ദ ഡേറ്റ് ഫീൽഡ് ഡ്യൂറിങ് വൗച്ചർ ക്രിയേഷൻ. അതായത് വൗച്ചർ എൻട്രി ചെയ്യുന്ന സമയത്ത് നമുക്ക് ഡേറ്റ് ഫീൽഡിനെ നമുക്ക് സ്കിപ്പ് ചെയ്യണമെന്നുള്ളത്. സ്പീഡായിട്ട് എൻട്രി ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമുക്ക് ഒരേ ഡേറ്റിൽ തന്നെ ഒരുപാട് ട്രാൻസാക്ഷൻ ഉണ്ടാവും വിചാരിക്കുക. നമുക്ക് വീണ്ടും വീണ്ടും അവിടെ ഡേറ്റ് ചോദിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നമുക്കത് എങ്ങനെയാണെന്ന് നോക്കാം. ഇപ്പോൾ നമുക്ക് ഇത് നോ ആയിട്ടാണ് കേട്ടോ കിടക്കുന്നത്. അപ്പോൾ നമുക്കിപ്പോൾ എൻട്രി ചെയ്യുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ കോൺട്രാ എടുത്തു കഴിഞ്ഞാൽ നേരെ ഇവിടെ ഡേറ്റിലേക്കാണ് വരിക. എന്നിട്ടാണ് നമ്മൾ താഴത്ത് എടുത്തു കഴിഞ്ഞാൽ നമ്മളിവിടെ പാർട്ടിക്കുലേഴ്സ് കാണിക്കുക. അപ്പോൾ നമുക്ക് ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഒരുപാട് ടൈം നമ്മൾ വെറുതെ കളയും. കാരണം ഒരേ ഡേറ്റിൽ തന്നെയാണ് വെച്ചാൽ പിന്നെ നമുക്ക് ഡേറ്റിൻ്റെ അവിടേക്ക് പോകേണ്ട ആവശ്യമില്ലല്ലോ. അപ്പം നമുക്ക് അതില്ലാതിരിക്കാൻ വേണ്ടി നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ഇവിടെ നമ്മൾക്ക് സ്കിപ്പ് ദ ഡേറ്റ് ഫീൽഡ് ഡ്യൂറിങ് വൗച്ചർ ക്രിയേഷൻ എന്നുള്ളവർക്ക് നമ്മൾക്ക് യെസ് കൊടുത്ത് നോക്കാം. ഇത് നമ്മുടെ എൻട്രി അടിച്ചു. ഇനിയിപ്പോൾ നമ്മൾ വീണ്ടും ഒന്നുകൂടി വൗച്ചർ എടുത്തിട്ട് നമ്മുടെ എൻട്രി ചെയ്യാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ കോൺട്രാ സെലക്ട് ചെയ്തിട്ട് എടുത്തു. അപ്പോൾ ഇവിടെ കോൺട്രാ സെലക്ട് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നേരെ ഇവിടെ താഴത്തേക്കാണ് വരുള്ളൂ, ക്രെഡിറ്റിലേക്കാണ് വരുള്ളൂ. കാരണം പിന്നെ ഡേറ്റിൻ്റെ അവിടേക്ക് വരില്ല. ഇപ്പോൾ ഡേറ്റ് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്താണ് F2 അടിച്ചിട്ട് നമുക്ക് ഡേറ്റ് മാറ്റി കൊടുക്കാം. അപ്പോൾ കുറേ ട്രാൻസാക്ഷൻ നമുക്ക് ഒരു ഡേറ്റിലുള്ളത് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഓപ്ഷൻ നമുക്ക് സെലക്ട് ചെയ്തിട്ടെടുക്കാം. കാരണം എപ്പോഴും നമുക്ക് ഡേറ്റിൻ്റെ അവിടേക്ക് പോയിട്ട് അതിന് വേണ്ടിയിട്ട് നമുക്ക് സമയം കളയേണ്ട ആവശ്യമില്ല. അപ്പോൾ നമുക്ക് വേണ്ട കാര്യങ്ങളാണ് നമ്മൾ അവിടെ യെസ് കൊടുക്കേണ്ടത്.
അടുത്തത് കണ്ടുവെച്ചിട്ടുണ്ടെങ്കിൽ ഷോ കറന്റ് ബാലൻസ് ഓഫ് ലെഡ്ജേഴ്സ്. ഓരോ ലെഡ്ജറിന്റെയും കറന്റ് ബാലൻസ് കാണിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ യെസ് കൊടുത്താൽ മതി. അപ്പൊ നമുക്കത് എങ്ങനെയാണെന്നുള്ളത് നോക്കാം. ഇപ്പൊ നമ്മളിവിടെ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ഇവിടെ ക്യാഷിന്റെ ആണെങ്കിൽ ഇവിടെ കറന്റ് ബാലൻസ് കാണിക്കുന്നുണ്ട്. ഏത് ലെഡ്ജർ എടുത്താലും അതിന്റെ കറന്റ് ബാലൻസ് ഇവിടെ കാണിക്കും. ഇനി നമുക്ക് ആ ഓപ്ഷൻ ഒന്ന് നമുക്ക് നോ കൊടുത്ത് നോക്കാം. നമുക്ക് ഇവിടെ ഷോ കറന്റ് ബാലൻസ് ഓഫ് ലെഡ്ജേഴ്സ് ഉള്ള ഓപ്ഷൻ നമ്മൾ നോ കൊടുത്തു. ഇനി നമുക്ക് എടുത്ത് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഇവിടെ ക്യാഷ് അടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ബാലൻസ് ഇവിടെ കാണിക്കില്ല. അപ്പൊ നമുക്ക് ഓരോ ലെഡ്ജറിന്റെയും ബാലൻസ് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് എളുപ്പത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റും. ഇപ്പൊ എത്ര കയ്യിലുണ്ട് എന്നുള്ളതൊക്കെ നമുക്ക് അറിയാൻ പറ്റും. അപ്പൊ നമ്മുടെ എപ്പോഴും എന്താണ് ഈ ഓപ്ഷൻ നമ്മൾ എപ്പോഴും എന്താണ് യെസ് കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. കാരണം നമുക്ക് ബാലൻസുകൾ ഓരോന്നും നമ്മൾക്ക് അറിയണം. അടുത്തൊരു ഓപ്ഷൻ പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ്, ഷോ ബാലൻസ് ആസ് ഓൺ വൗച്ചർ ഡേറ്റ്. അപ്പൊ ഇവിടെ മുകളിലത്തെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് കറന്റ് ബാലൻസിന്റെ ലെഡ്ജറിന്റെ ബാലൻസ് ആണ് അവിടെ കാണിക്കുക. ഇവിടെ പറയുന്നത് ഷോ ബാലൻസ് ആസ് ഓൺ വൗച്ചർ ഡേറ്റ്. ഓരോ വൗച്ചർ ഡേറ്റിലെയും ബാലൻസുകൾ കാണുന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ നോ കൊടുത്താൽ മതി. അപ്പൊ നമുക്ക് ആദ്യം ഇവിടെ നോ കൊടുക്കാം. എന്താണ് വ്യത്യാസം എന്നുള്ളത് നോക്കാം. ഇപ്പൊ നമുക്ക് ഇവിടെ ക്യാഷിന്റെ ബാലൻസ് ഇപ്പൊ ഇവിടെ ഡേറ്റ് പറയണതാണെന്നുണ്ടെങ്കിൽ 2-ാം തീയതി ആണെങ്കിൽ ഇവിടെ ഇപ്പോൾ 3,40,000 വന്നിരിക്കുന്നത്. നമുക്ക് ഇവിടെ ഒന്ന് ഡേറ്റ് മാറ്റി കൊടുക്കാം. ഇപ്പൊ ഇവിടെ 1-4 കൊടുക്കാം. ഇപ്പോൾ 1-4 അടിച്ചു. 1-4 അടിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ ഇവിടുത്തെ ബാലൻസ് എത്ര തന്നെയാണ്? 3,40,000 തന്നെയാണ്. വേറെ മാറ്റങ്ങളൊന്നും വന്നിട്ടില്ല. അപ്പൊ നമുക്ക് ഇവിടെ F12 അടിച്ചു കഴിഞ്ഞിട്ട് നമുക്ക് ഈ ഓപ്ഷൻ ഒന്ന് യെസ് കൊടുക്കാം. അതായത് ഷോ ബാലൻസ് ആസ് ഓൺ വൗച്ചർ ഡേറ്റ്. ഓരോ വൗച്ചർ ഡേറ്റിലെ ബാലൻസുകൾ നമുക്ക് സെപ്പറേറ്റ് കാണണോ? അപ്പൊ നമ്മളിവിടെ യെസ് കൊടുത്തു. ഇവിടെ എസ് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ നമുക്ക് 1-ാം തീയതി പറയുന്നത് 1,65,000 രൂപയാണ് ബാലൻസ് വന്നിരിക്കുന്നത്. നമുക്ക് ഇനി ഇവിടെ ഡേറ്റ് 2-4 അടിച്ചു കൊടുക്കാം. അപ്പൊ 2-4 ബാലൻസ് പറയുന്നത് ഇവിടെ 3,40,000 രൂപയാണ്. അപ്പൊ നമുക്ക് എൻട്രി ചെയ്യുന്ന സമയത്ത് നമുക്ക് ഈ ഓപ്ഷൻ നമുക്ക് എപ്പോഴും യൂസ്ഫുൾ ആണ്. കാരണം എന്താ വെച്ചാൽ നമുക്കിപ്പോ നമ്മുടെ കയ്യിലുള്ള ക്യാഷ് അറിയണം. ഇപ്പൊ ഇന്ന് എത്ര കയ്യിലുണ്ട് എന്നുള്ളത് അറിയണം. അപ്പൊ അറിയണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്താണ് എപ്പോഴും എന്താണ് ഷോ ബാലൻസ് ആസ് ഓൺ വൗച്ചർ ഡേറ്റ്. അപ്പൊ നമുക്ക് ഓരോ പ്രാവശ്യം ഈ ലെഡ്ജറിൽ പോയിട്ട് ചെക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. ഇവിടെ തന്നെ അറിയാൻ പറ്റുന്നുണ്ടെങ്കിൽ നമുക്ക് കൂടുതൽ ഈസി ആയിട്ട് നമ്മൾക്ക് വർക്ക് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ നെക്സ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് ഇനി ബാങ്ക് ഡീറ്റെയിൽസ് ആണ്. ബാങ്കിനെ സംബന്ധിച്ചുള്ള കാര്യങ്ങളാണ്. അതായത് ഇവിടെ കാണിക്കും യൂസ് ഡിഫോൾട്ട് ബാങ്ക് അലോക്കേഷൻ. അതായത് ബാങ്ക് അലോക്കേഷൻ നിങ്ങൾക്ക് ഡീഫോൾട്ട് ആയിട്ട് കാണിക്കണമെന്നുള്ളത്. ഇപ്പൊ നമ്മൾ ബാങ്കിന്റെ എൻട്രി ചെയ്യുന്ന സമയത്ത് അവിടെ ബാങ്കിലേക്ക് കൊടുക്കാനുള്ള ഡീറ്റെയിൽസ് ഒക്കെ വരും. അപ്പൊ നമുക്ക് ഇവിടെ നമ്മൾ യെസ് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ബാങ്കിന്റെ ഡീറ്റെയിൽസ് ഒന്നും കാണിക്കില്ല. ഇപ്പൊ ഞാനിപ്പോ ഇവിടെ നോ ആണ് കൊടുത്തിരിക്കുന്നത്. ഇനിയിപ്പോ ഞാൻ എൻട്രി ചെയ്യുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഞാനിപ്പോ ഇവിടെ കോൺട്ര എടുത്തു കഴിഞ്ഞിട്ട് ഇപ്പൊ ഞാനിപ്പോ ഡെപ്പോസിറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. ഇപ്പോൾ ഒരു 2,500 കാണിച്ചു. എൻട്രി അടിച്ചു. ഇനിയിപ്പോൾ ഞാൻ ഇവിടെ ബാങ്ക് ക്രിയേറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ബാങ്ക് കൊടുത്തു. ബാങ്ക് അക്കൗണ്ട്സിലേക്ക് സെലക്ട് ചെയ്തിട്ട് എടുക്കാം. ഇവിടെ ബാങ്ക് അക്കൗണ്ട്സിലേക്ക് സെലക്ട് ചെയ്തിട്ട് എടുത്തു. ഇത് ജസ്റ്റ് എൻട്രി അടിച്ചു. ഇവിടെ നമുക്ക് ജസ്റ്റ് എൻട്രി അടിക്കാം. എൻട്രി അടിച്ചു. അപ്പോൾ ഇവിടെ ഇങ്ങനെ ഈ ബാങ്കിന്റെ ഡീറ്റെയിൽസിന്റെ കോളം വരും. കാരണം എത്രയാണ്, ചെക്ക് നമ്പർ എത്രയാണ്, ബാങ്ക് നെയിം എത്രയാണ്, ഇങ്ങനെയുള്ള ഡീറ്റെയിൽസിന്റെ കോളമൊക്കെ ഇവിടെ വരും. ഇനി ഞാൻ ഈ ഓപ്ഷൻ ഞാൻ ഇവിടെ എടുത്തു കഴിഞ്ഞിട്ട് ഞാനിപ്പോൾ ഇവിടെ F12 അടിച്ചു. F12 അടിച്ചു കഴിഞ്ഞിട്ട് ഞാൻ ഇവിടെ യൂസ് ഡിഫോൾട്ട് ബാങ്ക് അലോക്കേഷൻ എന്നുള്ള ഓപ്ഷൻ ഞാൻ എസ് കൊടുക്കുകയാണ് ചെയ്യണത്. അതായത് ഡിഫോൾട്ട് ആയിട്ട് ബാങ്കിലേക്ക് കയറുകയാണ്. അപ്പോൾ ആ ഓപ്ഷൻ ചോദിക്കേണ്ടായിരിക്കും. അപ്പോൾ ഞാൻ ഇവിടെ എസ് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനി ഞാനൊരു എൻട്രി ചെയ്ത് നോക്കാം. ഇപ്പം ഞാനിവിടെ ടു ബാങ്ക് ഇപ്പം ഞാനിവിടെ ബൈ ബാങ്ക് എന്നുള്ളത് കൊടുത്തു. ഞാൻ എൻട്രി അടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഈ ഡിനോമിനേഷൻ്റെ ബോക്സ് മാത്രമാണ് വരുള്ളൂ. ഇവിടെ ഞാൻ എൻട്രി അടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വീണ്ടും എൻട്രി അടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ആ ബാങ്കിൻ്റെ ബോക്സ് പിന്നെ ചോദിക്കില്ല. കാരണം എന്താ, ഡീഫോൾട്ടായിട്ട് ബാങ്കിലേക്ക് കയറുകയാണ് ചെയ്യണത്. അപ്പം നമുക്ക് സ്പെസിഫിക് ആയിട്ട് നമ്മൾക്ക് കാണിക്കുന്നില്ല. ഇനി നമുക്ക് ഈ ഡിനോമിനേഷനും വേണ്ടാന്ന് വിചാരിക്കുക. അപ്പം നമുക്ക് ഡിനോമിനേഷനും ഓഫ് ആക്കണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ഒരു ഓപ്ഷൻ ഉണ്ട്, പ്രൊവൈഡ് ക്യാഷ് ഡിനോമിനേഷൻ ഡീറ്റെയിൽസ് ഉള്ള ഓപ്ഷൻ നോ കൊടുത്താൽ മതി. അപ്പോൾ ഇവിടെ നോ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് ഡിനോമിനേഷൻ്റെ ബോക്സും ഇവിടെ വരില്ല. അപ്പോൾ നമുക്ക് എല്ലാ ഓപ്ഷനും നമ്മൾക്ക് കാണിക്കണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്, ഈ ഓപ്ഷൻ എല്ലാതും യെസ് കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. നമുക്ക് യൂസ് ഡിഫോൾട്ട് ബാങ്ക് അലോക്കേഷൻ എപ്പോഴും എന്താണ് നമ്മളെന്താണ് നോ ആയിട്ട് തന്നെയാണ് ഇടുക. കാരണം എന്താ വെച്ചാൽ നമുക്ക് ബാങ്കിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം നമുക്ക് അവിടെ സെലക്ട് ചെയ്തിട്ട് നമുക്ക് കൊടുക്കേണ്ടി വരും. അതേപോലെ തന്നെ ഇവിടെ അടുത്തത് ചോദിക്കും യൂസ് ഓട്ടോ ചെക്ക് നമ്പറിങ്. നമുക്ക് ചെക്കിലെ നമ്പർ കൊടുക്കുന്ന സമയത്ത് നമുക്ക് ഓട്ടോ ചെക്ക് നമ്പറിങ് ഓട്ടോമാറ്റിക് ആയിട്ട് വരണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ എസ് കൊടുത്തു കഴിഞ്ഞാൽ ഒരു നമ്പർ നമ്മൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഓട്ടോമാറ്റിക് ആയിട്ട് നമ്പറുകൾ വന്നോളും. അതേപോലെ തന്നെയാണ് ഷോ ചെക്ക് റേഞ്ച്. നമുക്ക് അതേപോലെ തന്നെയാണ് സെലക്ട് ചെക്ക് റേഞ്ച്. നമുക്കിപ്പോൾ ചെക്കിലെ നമ്പറുകൾ കൊടുക്കുന്ന സമയത്ത് നമ്മളൊരു റേഞ്ച് കൊടുത്തു വെച്ചിട്ടുണ്ടാവും ചെക്ക് ബുക്കിൽ. കാരണം ഇപ്പോൾ 1 മുതൽ 20 വരെ ലീഫായിരിക്കും ഉണ്ടായിരിക്കുക. അപ്പം നമുക്ക് അങ്ങനെ റേഞ്ചൊക്കെ നമുക്ക് സെലക്ട് ചെയ്ത് കൊടുക്കണം. അല്ലെങ്കിൽ നമുക്ക് ഈ ഓപ്ഷൻ നമുക്ക് യെസ് കൊടുത്താൽ മതി. നെക്സ്റ്റ് പറയുന്നതാണെങ്കിൽ ഷോ ബാങ്ക് അലോക്കേഷൻ ഡീറ്റെയിൽസ്. അതേപോലെ തന്നെ നെക്സ്റ്റ് പറഞ്ഞാൽ ബാങ്ക് അലോക്കേഷൻ ഡീറ്റെയിൽസ്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ബാങ്ക് അലോക്കേഷൻ ഡീറ്റെയിൽസ് കാണിക്കണം എന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് യെസ് കൊടുത്താൽ മതി.
അടുത്തത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ പ്രിന്റ് ചെക്ക് ആഫ്റ്റർ സേവിംഗ് വൗച്ചർ. അപ്പൊ ഇത് എസ് കൊടുത്തു കഴിഞ്ഞാൽ ഏത് എൻട്രി ചെയ്യുകയാണെന്നുണ്ടെങ്കിലും നമ്മൾക്ക് ആ ചെക്കിൽ നമ്മൾക്ക് പ്രിന്റ് ആയിട്ട് നമുക്ക് കിട്ടും. നെക്സ്റ്റ് പറഞ്ഞെങ്കിൽ ഷോ ചെക്ക് ഡീറ്റെയിൽസ് ബിഫോർ പ്രിന്റിങ്. അതായത് നമുക്കിപ്പോൾ പ്രിന്റ് എടുക്കുന്നതിന് മുമ്പ് തന്നെ അതിന്റെ ഡീറ്റെയിൽസ് കാണുന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഓപ്ഷൻ എസ് കൊടുക്കാം. കാരണം എന്താ വെച്ചാൽ പിന്നെ നമുക്ക് അത് എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് കറക്റ്റ് ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പം നമുക്ക് പ്രിന്റ് എടുക്കുന്നതിന് മുമ്പേ തന്നെ നമുക്ക് അതൊന്ന് കണ്ടു കഴിഞ്ഞിട്ട് വേണം നമുക്ക് പ്രിന്റ് എടുക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഓപ്ഷൻ എസ് കൊടുത്താൽ മതി. അതേപോലെ തന്നെ നമ്മൾ ക്യാഷ് ഡിനോമിനേഷൻ്റെ കാര്യങ്ങൾ പറഞ്ഞു. നെക്സ്റ്റ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റിമൂവ് ബാങ്ക് ഡേറ്റ് വൈൽ ആൾട്ടറിങ് റീകൺസിൽഡ് വൗച്ചർ. അതായത് നമ്മൾ റീകൺസിലേഷൻ ചെയ്യുന്ന സമയത്ത് അവിടെ നമുക്ക് ബാങ്ക് ഡേറ്റ് കാണിക്കും. അപ്പോൾ നമുക്ക് ബാങ്ക് റീകൺസിലേഷൻ ചെയ്യുന്ന സമയത്ത് നമ്മൾക്ക് പിന്നീടാണ് നമ്മൾ എന്തെങ്കിലും ഒരു ഓൾട്ടറേഷൻ അതിൽ വരുത്തുന്നത്. അപ്പോൾ അതിൽ ഓൾട്ടറേഷൻ വരുത്തുന്ന സമയത്ത് പിന്നെ നമുക്ക് അവിടെ ബാങ്ക് ഡേറ്റ് കാണിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നമുക്ക് ബാങ്ക് ഡേറ്റിനെ നമുക്ക് അവിടെ റിമൂവ് ചെയ്യാം. അപ്പോൾ ഈ ഓപ്ഷൻ എസ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അവിടെ റീകൺസിലേഷൻ ചെയ്യുന്ന സമയത്ത് നമുക്ക് അവിടെ ബാങ്ക് ഡേറ്റ് റിമൂവ് ചെയ്യാം. അപ്പോൾ ഞാൻ റീകൺസിലേഷൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ ഇതിനെക്കുറിച്ചൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. എങ്ങനെയാണ് ബാങ്ക് ഡേറ്റ് എടുക്കുക, ബാങ്ക് ഡേറ്റ് എങ്ങനെയാണ് എൻട്രി ചെയ്ത് കൊടുക്കുക, ഇങ്ങനെയുള്ളതിനെ കുറിച്ചിട്ടൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് കോൺട്രാ വൗച്ചറിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ. അപ്പോൾ ഇങ്ങനെ ഓരോന്നിലാണെന്നുണ്ടെങ്കിലും F12 പറഞ്ഞാൽ ഡിഫറെൻ്റ് ആയിരിക്കും. ഇപ്പം പേയ്മെൻറ്റ്, ഇനിയിപ്പോൾ പേയ്മെൻറ്റ് റെസിപ്റ്റ് എല്ലാം സെയിം ആയിരിക്കും. അതേപോലെ തന്നെ പർച്ചേസ് പറഞ്ഞാൽ അതിലെന്താണ് ഡിഫറെൻ്റ് ആയിട്ടായിരിക്കും കാണിക്കുക. ഇത് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.